സഹ്യന്റെ മടിത്തട്ടിൽ വയലേലകളെ തഴുകി വരുന്ന ഇളങ്കാറ്റേറ്റു മയങ്ങുന്ന ഉഴവിന്റെ നാട് ഉഴവൂർ. മണ്ണിനോട് മല്ലടിച്ച് പൊന്നു വിളയിക്കുന്ന കർഷകരുടെ ഈ ഗ്രാമത്തിൽ സമഗ്ര വികസനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു വിളംബരമെത്തി. വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ അനുവദിക്കപ്പെട്ട ജൂനിയർ കോളേജുകളിലൊന്ന് ഉഴവൂരിന് ലഭിച്ചു. 1964 സാറ് ഒരു കോളേജിൽ ജോയിൻ ചെയ്തത്. ആ വർഷമാണ് കേരളത്തിൽ ജൂനിയർ കോളേജുകൾ തുടങ്ങിയത്. അപ്പോൾ സാറ് അതിനു മുമ്പ് തേവര കോളേജിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പലയിടത്തും അപ്ലൈ ചെയ്തു. അവിടെ എല്ലാം തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടുകയും ചെയ്തു. പക്ഷെങ്കിൽ ഊരാളിൽ അച്ഛൻ ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്ന റവറൻഡ് ഫാദർ പീറ്റർ ഊരാളിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊണ്ടാണ് വന്ന അച്ഛന്. അത് തന്നപ്പോഴത്തേനും പിന്നെ റിജക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും പിന്നെ ഉഴവൂർ കോളേജ് വന്ന് അവിടെ വന്ന് കണ്ടപ്പോഴത്തേനും ഇവിടുത്തെ കോളേജും അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ സാറിന് പിന്നെ ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് വരാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു 1 വർഷത്തേനും വന്ന് നോക്ക്, പറ്റിയില്ലെങ്കിൽ വേറെ പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷത്തോടെ ഇവിടെ നിൽക്കാമെന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റും പ്രിൻസിപ്പലും നാട്ടുകാരും സ്റ്റുഡൻസും എല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. വളരെ സ്നേഹത്തോടും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഉഴവൂർ സണ്ണി സാറിന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഹണ്ടിങ്ങിന് പോകുമായിരുന്നു. സാറിൻ്റെ ഫാദർ എപ്പോഴും ഹണ്ടിങ്ങിന് പോകുമായിരുന്നു. അപ്പോൾ സാറിനെയും കൂടെ കൊണ്ടുപോകും. ആദ്യമൊക്കെ തെറ്റാലി കൊണ്ടായിരുന്നു. കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ പിന്നെ എയർ ഗൺ വാങ്ങിച്ചു കൊടുത്തു. ആ എയർ ഗണ്ണ് കൊണ്ട് ഇഷ്ടംപോലെ പക്ഷികളെയൊക്കെ വെടിവെക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കോട്ടയത്ത് റൈഫിൾ ക്ലബ്ബ് തുടങ്ങിയപ്പോൾ അവിടുത്തെ സെക്രട്ടറി വന്ന് നിർബന്ധിച്ചാണ് റൈഫിൾ ക്ലബ്ബിൽ ചേർന്ന് കഴിഞ്ഞ് പിന്നെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തു. അത് ദൈവാനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 5 പ്രാവശ്യം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടി. 1 പ്രാവശ്യം നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിട്ടി. അത് കഴിഞ്ഞ് ഷാർപ്പ് ഷൂട്ടർ അവാർഡ്, പിന്നെ ജഡ്ജ് ആൻഡ് ജൂറി ലൈസൻസ് ഇതെല്ലാം കിട്ടിയപ്പോൾ കോച്ചിങ്ങിലേക്ക് മാറി. ഞങ്ങളുടെ 2 മക്കളും ഷൂട്ടിങ്ങിലാണ് ഉണ്ടായിരുന്നു. 2 പേരും നാഷണൽ ചാമ്പ്യൻസാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഏപ്രിൽ 25-ാം തീയതി 59 വർഷമായിരുന്നു. 5 ദിവസം കഴിഞ്ഞപ്പോൾ സാറ് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു. ഞാൻ ഇന്ന് ഒരു ഉഴവൂർക്കാരനാണ്. അതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷവും അഭിമാനവും ഉണ്ട്. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് ഉഴവൂരുകാർ കുടിയേറുമ്പോൾ ഉഴവൂരിലേക്ക് വന്ന് ഉഴവൂരിന്റെ വിദ്യാഭ്യാസ കലാ സാംസ്കാരിക നഭസിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഉഴവൂരുകാരുടെ മനസ്സിലേക്ക് കുടിയേറിയ ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസിന്, ഉഴവൂരിന്റെ പ്രിയ സണ്ണി സാറിന് UK ഉഴവൂർ സംഗമത്തിന്റെ സ്നേഹപ്രണാമം.